അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയിൽ. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇന്ന് ശബരിമല നട തുറന്നിട്ട് 25ാമത്തെ ദിവസമാണ്. വൃശ്ചിക മാസം 25. സന്നിധാനത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളെക്കുറിച്ചുള്ള ചുരുങ്ങിയ വിവരണങ്ങൾ നമ്മൾ ഇതിനു മുമ്പത്തെ, പക്ഷേ എങ്കിൽ പോലും വിശദമായിട്ട് അറിയേണ്ടുന്ന വിവരങ്ങളെക്കുറിച്ച് നമുക്ക് ഈ എപ്പിസോഡിൽ പറയാം. ഏറ്റവും ആദ്യത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന നിലയിൽ അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ വിശദ വിവരങ്ങൾ. എരുമേലിൽ പേട്ട കിട്ടുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അതിനപ്പുറത്തേക്കുള്ള യാതൊരുവിധ അറിവും സാധാരണ ജനങ്ങൾക്ക് അമ്പലപ്പുഴ പേട്ടയെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിൽ നിന്ന് എപ്പോഴാണ് ഇവർ പേട്ടയ്ക്ക് തയ്യാറായി, ശബരിമല യാത്രയ്ക്ക് തയ്യാറായി വരുന്ന വഴിയിൽ എന്തെല്ലാം ആചരണങ്ങളുണ്ട്, അതിനുശേഷം പോരുന്ന വഴിയിലുള്ള ആചരണങ്ങൾക്ക് ശേഷം സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ ഏതു തരത്തിലുള്ള ചടങ്ങുകളെല്ലാമാണ് ഈ പേട്ട സംഘം നിർവഹിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ 25ാമത് എപ്പിസോഡിൽ നമ്മൾ നിഷ്കർഷിക്കുന്നത്. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രമുഖമായ സ്ഥലം ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എരുമേലി എന്നാണ്. എരുമേലിക്ക് എന്താണ് ഇത്ര പ്രത്യേകത? മതേതരന്മാർ പറയും മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ് എരുമേലി എന്ന്. പക്ഷെ അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതായുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്ന സ്ഥലം ഇവിടമാണ്. അയ്യപ്പസ്വാമിമാരെ, ദർശനത്തിന് എത്തുന്ന സ്വാമിമാരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, മാക്സിമം 5 രൂപ വരെ വില വാങ്ങിക്കാൻ പോലും 4 രൂപ ലാഭം കിട്ടുന്ന ശരക്കോൽ 50 രൂപയ്ക്ക് വിൽക്കുക എന്ന് പറയുന്നത് ചിന്തിക്കുമ്പോൾ നമുക്കത് അയ്യപ്പന്മാരുടെ കഴുത്തറക്കുന്നതിന് തുല്യമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരേ ഒരു ലക്ഷ്യം ശബരിമല എന്നുള്ള ആ ബോധ്യത്തോടു കൂടി വരുന്ന സ്വാമി ഭക്തരെ ചൂഷണത്തിൻ്റെ പരകോടിയിൽ എത്തിക്കുന്ന സ്ഥലമാണ് എരുമേലി. അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വാമിമാർ എവിടെയും എപ്പോഴും ചൂഷണ വിധേയരാണ്. ബോർഡും ഒട്ടും പുറകിലല്ല, ദേവസ്വം ബോർഡ്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് എരുമേലി എന്ന സ്ഥലത്തിൻ്റെ പൂർവചരിത്രമാണ്. എരുമകൊല്ലി എന്ന് പഴമക്കാർ പറഞ്ഞിരുന്ന സ്ഥലമാണ് പിൽക്കാലത്ത് എരുമേലിയായി മാറിയത്.
എന്താണ് എരുമകൊല്ലി എന്ന് പറയാൻ കാരണം? അത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പുണ്യഭൂമി മഹിഷി നിഗ്രഹത്തിന് വേദിയായ ഇടമാണെന്ന്. അങ്ങനെയുള്ള ആ സ്ഥലം എരുമകൊല്ലി, ആ സ്ഥലനാമം പിന്നീട് എരുമേലിയായി മാറുകയാണ്. ഹരിഹരപുത്രനായ വീരമണികണ്ഠൻ തൻ്റെ അവതാരോദ്ദേശമായ മഹിഷി നിഗ്രഹത്തിന് എത്തിച്ചേർന്ന ഇടമാണ് എരുമകൊല്ലി. അതിനു മുമ്പായ സ്ഥലത്തിന് മറ്റെന്തോ പേരുണ്ടായിരുന്നതാണ്. എന്തായാലും ഏറ്റവും ഉപദ്രവകാരിയായിരുന്ന ആ ദുർഭൂതത്തെ, നാടിനെ വിറപ്പിച്ച മഹിഷിയെ നിഗ്രഹിച്ചത് എരുമകൊല്ലിയിൽ വെച്ചാണ്. അതോടുകൂടി അതിനു മുമ്പ് ഉണ്ടായിരുന്ന പേരെന്തോ അത് മറന്ന് നാട്ടുകാരെല്ലാവരും എരുമകൊല്ലി എരുമകൊല്ലി എന്ന് വിളിക്കാനിടയായി. ഈ സ്ഥലനാമം പിൽക്കാലത്ത് കുറച്ചുകൂടി പരിഷ്കരിച്ച് എരുമകൊല്ലി എരുമേലിയായി മാറി. മണികണ്ഠൻ മഹിഷിയെ നിഗ്രഹിച്ചതറിഞ്ഞ് എരുമേലി നിവാസികൾ നടത്തിയ ആനന്ദ നൃത്തത്തിൻ്റെ അനുസ്മരണമാണത്രേ പേട്ടതുള്ളൽ. ആരായിരുന്നു മഹിഷി? പൂർവചരിത്രം ഇതിനു മുമ്പ് പറഞ്ഞതായതുകൊണ്ട് അതിലേക്ക് വരുന്നില്ല. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്ന പുരുഷന്മാരെ കടിച്ചു കീറി ഉപദ്രവിക്കുന്ന മഹിഷിയെയാണ് മണികണ്ഠസ്വാമി വധിച്ചത്. കോട്ടയം ജില്ലയിലെ ഐതിഹ്യപ്രസിദ്ധമായ എരുമേലി അഥവാ എരുമകൊല്ലിയിലാണ് ശബരിമല തീർത്ഥാടകർ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ശബരിമലയ്ക്ക് തുല്യം ശബരിമലയുടെ ആദ്യ പടി എന്ന് പറയുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എരുമേലിയിലെ പേട്ടയോടുകൂടിയാണ് അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഭക്തരുടെ പ്രമുഖമായ ഇടത്താവളമാണ് എരുമേലി. ഇവിടെ കാലാകാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന പേട്ടതുള്ളൽ എന്ന അനുഷ്ഠാനത്തിന് ശേഷമാണ് ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ വച്ച് നമുക്കൊരു തീരുമാനം എടുത്തേ പറ്റൂ. അതായത് 3 വഴികളാണ് സന്നിധാനത്തേക്ക് ഇവിടെ ഉള്ളത്. ഒന്ന് പരമ്പരാഗത പാതയാണ്. പരമ്പരാഗത പാത എന്നുദ്ദേശിക്കുന്നത് കാനനപ്പാതയാണ്. കാനനപ്പാതയിലൂടെ എല്ലാവരും പോകുന്നില്ല. പിൽക്കാലത്ത് ദേവസ്വം ബോർഡ് ഒരു റോഡ് തയ്യാറാക്കി. ആ തയ്യാറാക്കിയ റോഡ് ചാലക്കയത്ത് നിന്നും പമ്പയിലേക്കുള്ള റോഡാണ്. ചാലക്കയത്ത് നിന്നും പമ്പയിലേക്കുള്ള റോഡ് പൂർത്തിയാക്കി അത് ഉപയോഗത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുൻപ് സ്വാമിമാർക്ക് എത്താൻ കഴിയുമായിരുന്ന അവസാന ദൂരം എന്ന് പറയുന്നതായിരുന്നു ചാലക്കയം. മുഴുവൻ വാഹനങ്ങളും ചാലക്കയത്ത് പാർക്ക് ചെയ്തതിന് ശേഷമാണ് കാൽനടയായിട്ടാണ് പമ്പയിലേക്ക് സ്വാമിമാർ ഏതാണ്ടൊരു 30 വർഷം മുമ്പ് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അതിന് മാറ്റം വന്നുകൊണ്ട് ഏതാണ്ട് 5 കിലോമീറ്ററോളം വരുന്ന ദൂരം ദേവസ്വം ബോർഡിൻ്റെ സ്വന്തം റോഡായിക്കൊണ്ട് വനമേഖലയിലൂടെ കടന്നു വന്ന് ചാലക്കയത്ത് നിന്നും പമ്പയിലേക്കുള്ള റോഡ് പൂർത്തിയായപ്പോൾ ഇന്ന് നമുക്ക് ത്രിവേണി സംഗമത്തിൽ തന്നെ ബസ് ഇറങ്ങാനായിട്ട് സാധിക്കുന്നു. ത്രിവേണി സംഗമം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട. യഥാർത്ഥത്തിലുള്ള ത്രിവേണി സംഗമം നമ്മൾ ചെന്നിറങ്ങുന്ന അവിടെ നിന്ന് വീണ്ടും കുറച്ചുകൂടി ഇടതുവശത്ത് താഴെ വശത്താണ് പമ്പയിൽ. അവിടെയാണ് കല്ലാർ കക്കട്ടാർ എന്ന് തുടങ്ങുന്ന 2 നദികൾ പമ്പയിൽ യോജിക്കുന്നത്. ആ സ്ഥലത്തിന് സാധാരണ ഗതിയിൽ പറയുന്ന പേര് വലിയാനത്താവളം എന്നാണ് എന്ന വസ്തുതയും കൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമത്തെ വഴി എന്നുദ്ദേശിക്കുന്നത് എരുമേലിയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ വന്നെത്താൻ, വാഹനങ്ങളിൽ കൂടി വന്നെത്താൻ സാധിക്കുന്ന ആ വഴി വന്നു കയറുന്നത് എലവുംചോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ എലവുംചോട്ടിലേക്ക് എത്തുന്നത് വരത്തേക്കുള്ള വഴി അത് അടുത്ത കാലത്തുണ്ടായതാണ്. അതല്ല, കാനനപ്പാതയ്ക്ക് തുല്യമായിട്ട് വാഹനത്തിൽ ചാലക്കയം വരെ വന്നുകൊണ്ടിരുന്ന വഴി എന്ന് പറയുന്നത് എരുമേലിയിൽ നിന്ന് പുറപ്പെട്ട് റാന്നിയിലെത്തി, റാന്നിയിൽ നിന്ന് വടശ്ശേരിക്കര വഴി നേരെ
എത്തിച്ചേരുന്നതാണ് ഈ പറഞ്ഞ എലവുംചോട്ടിൽ നമുക്ക് സംഗമിക്കാനായിട്ട് സാധിക്കും. അതേസമയം കാനനപ്പാതയിലൂടെ യഥാർത്ഥത്തിലുള്ള ശബരിമലയിലേക്കുള്ള പരമ്പരാഗത പാത എന്നതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എരുമേലിയിൽ നിന്ന് പോകേണ്ടുന്നത് മറ്റൊരു വഴിക്കാണ്. അങ്ങനെ പോകാൻ തയ്യാറായി നമുക്ക് കാനനപ്പാതയിലൂടെ ആദ്യത്തെ യാത്ര തുടരാം. എരുമേലിയിൽ നിന്നും പുറപ്പെട്ട് മഹിഷി നിഗ്രഹത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പുത്തൻ വീട് എന്നാണ് അതിന് പറയുന്നത്. ആ പുത്തൻ വീടിൻ്റെ ഇന്നത്തെ സൂക്ഷിച്ചിരിക്കുന്നത് ആ വീടിൻ്റെ ഉടമസ്ഥൻ ഗോപാലപിള്ള എന്ന് പറയുന്നയാളാണ്. അങ്ങനെ പുത്തൻ വീട്ടിൽ നമ്മൾ എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹിഷിയെ നിഗ്രഹിക്കാനായിട്ട് സ്വാമി ഉപയോഗിച്ച വാള് നമുക്ക് കാണാം. അവിടുത്തെ ആ വാളിൻ്റെ ദർശനത്തിന് ശേഷം നേരെ പേരൂർത്തോട് കടന്ന് കാളകെട്ടി വഴിയാണ് നമ്മുടെ യാത്ര. കാളകെട്ടി എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതയും ആ കാളകെട്ടി എന്ന പേര് കിട്ടാനുള്ള കാരണവും ഇതിനു മുമ്പ് വിശദമാക്കിയതുകൊണ്ട് ആവർത്തന വിരസത ഒഴിവാക്കാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അവിടെ നിന്ന് എത്തുന്നത് അഴുതയിലാണ് നമ്മൾ എത്തുന്നത്. വാഹനത്തിലാണെങ്കിൽ എരുമേലിൽ നിന്ന് ദൂരം കുറഞ്ഞ മാർഗത്തിലൂടെ എലവുംചുവട്ടിൽ എത്താം. റാന്നി, മണ്ണാറക്കുളഞ്ഞി, വടശ്ശേരിക്കര, കൂനങ്കര വഴി അവിടെ ആ വഴിക്കും നമുക്ക് എലവുംചുവട്ടിലെത്താം. അതും വാഹനത്തിലൂടെയാണ്. അപ്പോൾ ഈ വഴിക്ക് ഉപയോഗിക്കുന്നത് പത്തനംതിട്ടയിലെത്തി എരുമേലിയിൽ പോകാതെ ഈ വഴിക്ക് വരുന്ന സ്വാമിമാരും ഏറെയുണ്ട്. നിലയ്ക്കൽ, ചാലക്കയം വഴിയാണ് പമ്പയിലെത്തുന്നത്. എരുമേലിയിലെ പ്രസിദ്ധമായ ക്ഷേത്രം ഏവർക്കും അറിയാം. യുദ്ധസന്നദ്ധനായി, യോദ്ധാവായി, ആയുധധാരിയായി, മാത്രമല്ല ക്രൗര്യഭാവത്തിൽ നിൽക്കുന്ന വിഗ്രഹമാണ് എരുമേലിയിലുള്ളത്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത് പഞ്ചമഹാശാസ്താക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ ഒന്നും എരുമേലിലെ ക്ഷേത്രം ഉൾപ്പെടുന്നില്ല. പക്ഷേ ശബരിമലയ്ക്ക് തുല്യമായിട്ടോ ശബരിമലയോടൊപ്പമോ ഉള്ള ഒരു പ്രാധാന്യം എരുമേലി ക്ഷേത്രത്തിനുണ്ട് എന്ന വസ്തുത ഓർക്കണം. കാരണം സന്നിധാനത്തേക്കുള്ള യാത്രയിൽ ഏറ്റവും ആദ്യം പേട്ട ശാസ്താവിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ടാണ്, യുദ്ധസന്നദ്ധനായി നിൽക്കുന്ന മണികണ്ഠസ്വാമിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് അവിടെ നിന്നും നമ്മൾ യാത്ര പുറപ്പെടുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തോടനുബന്ധമായിട്ട് ഉപദേവതകളായി ഭഗവതിയും നാഗരാജാക്കന്മാരും ഉണ്ട്. അവിടെയും ദർശനത്തിന് ശേഷം എരുമേലിയെ മതസൗഹാർദ്ദത്തിൻ്റെ പേര് പറഞ്ഞു നിൽക്കുന്ന വാവർപള്ളി യഥാർത്ഥത്തിൽ വിശ്വാസവഞ്ചനയുടെ ഒരു പ്രതീകമാണെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അയ്യപ്പനാണ് തങ്ങളുടെ എല്ലാം എന്ന് വിശ്വസിച്ചു വരുന്ന, എല്ലാം അയ്യപ്പൻ എന്ന് വിചാരിച്ചു വരുന്ന അയ്യപ്പന്മാരെ തെറ്റിദ്ധരിപ്പിച്ച് പള്ളിയിൽ നേർച്ച ഇടുവിക്കുകയും നാളികേരം മുടപ്പിക്കുകയും ചെയ്യുന്നു. ഭസ്മം പ്രസാദമായി നൽകുന്നു. കൂടാതെ അവിടെ ഇരിക്കുന്ന ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ അള്ളാഹ് അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഉദ്ഘോഷിക്കുന്നതാണ്. അത് അറബി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. അതിലെല്ലാം ഉപരി ഈ വാവർപള്ളി ഇത് വാവർപള്ളി അല്ല എന്നും നയനാർ പള്ളിയാണെന്നും വ്യക്തമാക്കി ബോർഡും വച്ചിരിക്കുന്നു. എന്നിട്ടും അവിടെ പോയി നമ്മൾ വലിയ മതേതരക്കാരാണെന്ന് ഭാവിക്കുന്നത് ആരെയോ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്നതോ അതോ സ്വയം ആത്മവഞ്ചന നടത്തുന്നതോ എന്ന് ഓരോ സ്വാമിമാരും ചിന്തിച്ചു നോക്കണം. പേട്ട തുള്ളുന്നതിന് അകമ്പടി സേവിച്ച് നാദസ്വരം, തവിൽ, കുഴൽ തുടങ്ങിയ പാണ്ടിമേളങ്ങൾ പേട്ട ചൈതന്യവത്താക്കുന്നു. അവതാര ലക്ഷ്യം കൈവരിച്ച് ഭക്തജനങ്ങൾക്ക് അഭീഷ്ട വരസിദ്ധികൾ പ്രദാനം ചെയ്ത് വിരാജിക്കുകയാണ് മഹിഷി മർദ്ദകനായ എരുമേലി ശ്രീധർമ്മശാസ്താവ്. പഞ്ചമഹാശാസ്താക്ഷേത്രങ്ങളിൽ പെടുന്നതല്ല എരുമേലി എങ്കിലും അവയിൽ പെടുന്ന ശബരിമല ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യവും പുരാവൃത്തവും അടങ്ങുന്നതാണ് എരുമേലി ക്ഷേത്രം എന്ന് മനസ്സിലാക്കണം. ഈ ക്ഷേത്രത്തിന് ചുരുങ്ങിയത് 1100 പരം വർഷങ്ങളുടെ പഴക്കം കണക്കാക്കുന്നു. ആദ്യകാല ഉടമസ്ഥാവകാശം നാടുവാഴികളായിരുന്നു, അബ്രാഹ്മണർ, അതായത് ക്ഷത്രിയരായിരുന്നു. തുടർന്ന് രാജഭരണം നിലവിൽ വന്നപ്പോൾ രാജഭരണത്തിലേക്ക് മാറി. ഇപ്പോൾ നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ ഭരണ സംവിധാനം
നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം എരുമേലിയിലെ ഈ പേട്ട തുള്ളലിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മൾ പരാമർശിച്ച ഒരു വീടിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്, പുത്തൻ വീട്. ആ പുത്തൻ വീട് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എരുമരൂപിണിയായ അല്ലെങ്കിൽ മഹിഷിയെ വധിക്കുന്നതിന് വേണ്ടി അയ്യപ്പസ്വാമി എത്തിച്ചേരുകയും ആ അയ്യപ്പസ്വാമി അന്നത്തെ ദിവസം വസിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു വീടാണ് ഈ എരുമേലി പുത്തൻ വീട്. മഹിഷിയെ വധിക്കാൻ ഉപയോഗിച്ച വാള് ഇന്നും കെടാവിളക്കോടുകൂടി ആ വീട്ടിൽ സൂക്ഷിക്കുന്നു. എരുമേലിലെത്തുന്ന സ്വാമിമാരിൽ ബഹുഭൂരിപക്ഷവും ഈ പുത്തൻ വീട്ടിലെത്തുകയും അവിടെ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചതിന് ശേഷമാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ സംബന്ധിച്ചും വളരെ വിശ്വാസയോഗ്യമായ കഥ വീരമണികണ്ഠൻ്റെ ഭാഗങ്ങളിൽ വ്യക്തമാക്കുന്നു. അത് ഈ പുത്തൻ വീടും ആയിട്ടും വളരെ അഭേദ്യമായ ബന്ധം ഉള്ളതാണ്. എരുമേലിയിലെ പുത്തൻ വീടിന് പറയാൻ ഏകദേശം 1000 വർഷത്തെ പഴക്കമുണ്ട്. എരുമേലിയോളം തന്നെ പഴക്കം എന്ന് പറയാം. എരുമേലിലെത്തിയ അയ്യപ്പൻ അഥവാ വീരമണികണ്ഠൻ വിശന്ന് വലഞ്ഞ് സമീപത്ത് കണ്ട ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ ഉണ്ടായിരുന്നത് ഒരു മുത്തശ്ശി മാത്രമാണ്. ആ മുത്തശ്ശി ഈ കുട്ടിയുടെ ക്ഷീണഭാവം കണ്ട് അവിടെ ചെന്നെത്തിയ ആ കുട്ടി ആവശ്യപ്പെട്ടത് ഭക്ഷണമാണെന്നും കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാതെ സങ്കടപ്പെട്ടു. കാരണം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പിറ്റേ ദിവസത്തെ പൂജയ്ക്ക് വച്ചിരുന്ന കുറച്ച് അവൽ മാത്രമാണ്. എന്തായാലും മുത്തശ്ശി ആ അവൽ മണികണ്ഠന് നൽകി. തുടർന്ന് അന്നത്തെ ദിവസം അവിടെ താമസിക്കാനായി തയ്യാറായ മണികണ്ഠനോട് ഇവിടെ ഒരു ദുഷ്ടപിശാചിനിയുടെ ഉപദ്രവമുണ്ടെന്നും ആ ഉപദ്രവം വല്ലാതെ രാത്രികാലങ്ങളിലാണ് അനുഭവപ്പെടുന്നതെന്നും ഒറ്റയ്ക്ക് കാണുന്ന പുരുഷന്മാരെ കടിച്ചു കീറുന്ന ഒരു സ്വഭാവമാണ് ആ രൂപത്തിനുള്ളതെന്നും ആ പിശാചിനെ ഇല്ലായ്മ ചെയ്യാൻ ആര് വിചാരിച്ചിട്ടും സാധിക്കുന്നില്ല എന്നുമുള്ള നാട്ടുകാരുടെ മൊത്തം സങ്കടം മുത്തശ്ശി മണികണ്ഠന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. മുത്തശ്ശിയോട് പറഞ്ഞു, ഒന്നും സങ്കടപ്പെടേണ്ട, വിഷമിക്കേണ്ട, അതിനുള്ള പോംവഴി ഉണ്ടാവും, എന്തായാലും ഈശ്വരനല്ലേ ഉള്ളത് എന്നൊക്കെയുള്ള നിലയിൽ മണികണ്ഠൻ മുത്തശ്ശിയെ സമാധാനിപ്പിച്ച് രാത്രി ആ വീടിൻ്റെ തിണ്ണയിൽ കിടന്നു. മഹിഷിയുടെ ആക്രമണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന വലിയ അപകടത്തെക്കുറിച്ചും മുത്തശ്ശി വിശദീകരിച്ചെങ്കിലും ഈ വീടിൻ്റെ തിണ്ണയിൽ കിടക്കുന്നുകൊള്ളാമെന്നും ഭയപ്പെടാനൊന്നുമില്ല, അമ്മുമ്മ ധൈര്യമായിട്ട് കിടന്നുകൊള്ളുവാനും ബാലൻ അമ്മുമ്മയെ ബോധ്യപ്പെടുത്തി. രാത്രിയിൽ മഹിഷിയെത്തി. ഉടവാളുമായി എത്തിയിരുന്ന മണികണ്ഠൻ ഇപ്പോഴത്തെ എരുമേലി ക്ഷേത്രത്തിനു മുൻപുള്ള രുധിരകുളക്കരയിൽ വെച്ച്, രുധിരകുളം എന്നാണ് അതിൻ്റെ പേര്, രുധിരകുളക്കരയിൽ വെച്ച് മഹിഷിയെ വധിച്ചു. തിരികെ പുത്തൻ വീട്ടിലെത്തിയ സ്വാമി മഹിഷിയെ വധിക്കാൻ ഉപയോഗിച്ച വാൾ മുത്തശ്ശിക്ക് നൽകിയത് ഇന്നും പൂജാമുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. കെടാവിളക്കും അവിടെയുണ്ട്. 2011 പുത്തൻ വീട്ടിലുണ്ടായ ഒരു തീപിടുത്തം. ആ തീപിടുത്തത്തിൽ ഈ മുറി മാത്രം കത്തി നശിച്ചില്ല. തടിയിൽ തീർത്ത ആരൂഢവും ഭിത്തിയും നശിച്ചെങ്കിലും കേടുപാടുകൾ കൂടാതെ ആ മുറി ഇന്നും ശേഷിക്കുന്നു. പിൽക്കാലത്ത് പുല്ലുമേഞ്ഞിരുന്ന ഈ വീട്, ആദ്യകാലങ്ങളിൽ പുല്ലുകൊണ്ടാണ് ഈ വീട് മേഞ്ഞിരുന്നതെങ്കിലും പിൽക്കാലത്ത് അത് ഓലയിലേക്ക് വഴിമാറി. ഇപ്പോൾ നിലവിൽ അത് ഷീറ്റിലേക്കാണ് മാറിയിരിക്കുന്നത്. ഷീറ്റിട്ടാണ് ഈ വീട് മോടിയാക്കിയിരിക്കുന്നത്. പുത്തൻ വീട്ടിൽ ഗോപാലപിള്ളയുടെ സംരക്ഷണത്തിലാണ് നിലവിൽ ഈ വീടുള്ളത്. 6 അടിയിലേറെ ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ തറ, സാധാരണ രീതിയിൽ ഹിംസ്ര മൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടായിരുന്ന സ്ഥലത്ത് 6 അടിയിലേറെ ഉയരത്തിലുള്ള ഈ വീട് തറ കെട്ടുന്നതിനുള്ള കാരണം മൃഗങ്ങളുടെ ഉപദ്രവത്തിൽ നിന്നും ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിലവിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം എരുമേലി വലിയമ്പലത്തിൽ നിന്ന് 200 മീറ്റർ വടക്ക് കിഴക്കായിട്ടാണ് പുത്തൻ വീട് സ്ഥിതി ചെയ്യുന്നത്. മണ്ഡലവിളക്ക് ഉത്സവകാലത്ത് തീർത്ഥാടകരുടെ നല്ല തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജി വകുപ്പ് ഈ വീടിനും വാളിനും 700 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ പുരാവസ്തുവായി സൂക്ഷിച്ചിരിക്കപ്പെടേണ്ട ഒരു സാധനമാണ്
അവിടെ അയ്യപ്പൻ ഉപയോഗിച്ചത് എന്നുള്ള വിശ്വാസത്തോടുകൂടി കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഈ വാള് അത് ശബരിമലയുമായി അഭേദ്യമായ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ ചടങ്ങുകൾ നടക്കുന്നത് എല്ലാം പ്രധാനമാണെങ്കിലും ആഗോളതലത്തിൽ പേരുകേട്ട ശബരിമല സന്നിധാനത്തേക്കുള്ള ചടങ്ങുകളിൽ പ്രധാനം എന്ന് പറയാവുന്നത് ഒന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 2 പേട്ടതുള്ളലുകൾ. അതിൽ രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ടത്. ഒന്ന് അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ പേട്ടതുള്ളലും രണ്ടാമത്തേത് ആലങ്ങാട് പേട്ട സംഘത്തിൻ്റെ പേട്ടതുള്ളലുമാണ്. അപ്പം ഇത് സംബന്ധമായിട്ട് ഏത് തരത്തിലുള്ള ഐതിഹ്യങ്ങളാണ് നിലനിൽക്കുന്നത്, ഏത് തരത്തിലുള്ള ചരിത്ര വസ്തുതകളാണ് നിലനിൽക്കുന്നത്, വർത്തമാനകാലത്തിൽ അതിൻ്റെ ആചരണങ്ങൾ, അത് സംബന്ധമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഈ എപ്പിസോഡിൽ നമുക്ക് പരമാവധി ചേർക്കാം. അമ്പലപ്പുഴ പേട്ട സംഘത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉൾക്കൊള്ളുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മഹിഷി നിഗ്രഹം കഴിഞ്ഞ് പുലിക്കൂട്ടവുമായി പന്തളത്തെത്തിയ മണികണ്ഠൻ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണെന്ന് പന്തള ഭൂപന് മനസ്സിലായി. ആ അവതാരോദ്ദേശം നിറവേറ്റി കഴിഞ്ഞതിനാൽ മടങ്ങാൻ തയ്യാറായതായി മണികണ്ഠൻ രാജാവിനെ അറിയിച്ചു. എന്ന് പറഞ്ഞാൽ താൻ സാക്ഷാൽ ധർമ്മശാസ്താവിൻ്റെ അവതാരമാണെന്നും മഹിഷിയെ നിഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ് താൻ ഈ മണികണ്ഠ രൂപേണ അവതരിച്ചിട്ടുള്ളത് എന്ന വസ്തുത രാജാവിന് ബോധ്യപ്പെടുത്തി. മണികണ്ഠൻ്റെ ഓർമ്മയ്ക്കായി ക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുവാദവും ക്ഷേത്രത്തിനുള്ള സ്ഥാനനിർണയവും വരമായി രാജാവ് ആവശ്യപ്പെട്ടു. അതനുവദിച്ച മണികണ്ഠൻ താൻ അയക്കുന്ന അമ്പു വീഴുന്ന സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിനും ആ സ്ഥലം കാണുന്നതിനുള്ള ദിവ്യ ചക്ഷുസ്സും രാജാവിന് വരമായി നൽകി. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടൊരു വസ്തുത കാണണം. ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടാവാം. ആ ഇതനുസരിച്ചിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ നമ്മൾ കാണുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ട് ഇരുഭാഗവും അണിനിരന്നിരിക്കുകയാണ്. ഇരുഭാഗവും എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് 11 അക്ഷൗഹിണി പടയോടുകൂടി കൗരവരും, മറുഭാഗത്ത് 7 അക്ഷൗഹിണി പടയും ശ്രീകൃഷ്ണന്റെ സാന്നിധ്യത്തോടും കൂടി പാണ്ഡവരും യുദ്ധസന്നദ്ധരായി നിൽക്കുകയാണ്. അന്ധനായ ധൃതരാഷ്ട്രർക്ക് യുദ്ധക്കളത്തിൽ നടക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി കൊടുക്കുന്നതിലേക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ സഞ്ജയന് ദിവ്യ ചക്ഷുസ് നൽകിക്കൊണ്ട് അനുഗ്രഹം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു കൃത്യസീൻ വർണ്ണന നൽകുന്നതാണ് നമുക്ക് ഭഗവത്ഗീതയിൽ കൂടി സഞ്ജയനിലൂടെ ധൃതരാഷ്ട്രർക്ക് ലഭിക്കുന്നത്. അപ്പോൾ കാണാനുള്ള മനസ്സിൽ അത് എവിടെയാണ് എന്ന് ബോധ്യപ്പെടുകയും അവിടെ നടക്കുന്ന സംഭവങ്ങൾ അതേപടി തന്നെ നമുക്ക് മനസ്സിൽ കിട്ടിക്കൊണ്ട് അത് അടുത്തയാൾക്ക് കൈമാറാൻ കഴിയുന്നതുമായ ആ ഒരവസ്ഥയിൽ മണികണ്ഠൻ അയച്ച അമ്പു വീണ സ്ഥലം കണ്ടെത്താനായിട്ട് മഹാരാജാവിന് ദിവ്യ ചക്ഷുസ് വരമായിട്ട് നൽകി. തുടർന്ന് ആ അമ്പു വീണ സ്ഥലം കണ്ടെത്താൻ പല സംഘങ്ങളും കാട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷെ നിർഭാഗ്യവശാൽ ആ സംഘങ്ങൾക്കൊന്നിനും തന്നെ ഈ അമ്പ് വീണത് എവിടെ, അല്ലെങ്കിൽ അമ്പ് തറച്ചിരിക്കുന്നത് എവിടെ എന്ന് കണ്ടെത്താനായി സാധിച്ചില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ച് വന്ന് രാജാവിനെ മുഖം കാണിച്ച് തങ്ങൾക്ക് ഈ അമ്പ് എവിടാണെന്ന് കണ്ടെത്താനായി സാധിച്ചില്ല എന്ന് അറിയിച്ചു. രാജാവ് ഏറെ വിഷമിച്ചു. ഇനി ആരെയാണ് അയക്കേണ്ടത് എന്നാലോചിച്ചിരിക്കുകയാണ്. മണികണ്ഠ ഭക്തിയും അതിലുപരി അമ്പലപ്പുഴ കൃഷ്ണനോടുള്ള ഭക്തിയും കൈമുതലായി സൂക്ഷിക്കുന്ന, രൂഢമൂലമായി സൂക്ഷിക്കുന്ന അമ്പലപ്പുഴ സംഘം എത്തിച്ചേരുന്നത്. മണികണ്ഠസ്വാമി അയച്ച അമ്പ് കണ്ടെത്താൻ കഴിയണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മണികണ്ഠസ്വാമിയുടെ മാതൃഭാവം പേറുന്ന അമ്പലപ്പുഴ കൃഷ്ണന്റെ അനുഗ്രഹം തേടി അതിസാഹസ്യമായി കൊടുങ്കാറ്റിലൂടെ അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. എന്തായാലും
അവരുടെ ലക്ഷ്യം കണ്ടെത്താനായിട്ട് സാധിച്ചു. അവർ അമ്പ് കണ്ടെത്തി. ഈ സന്തോഷ വർത്തമാനം രാജാവിനെ അറിയിക്കുവാൻ വേണ്ടി പിന്നെ അങ്ങോട്ടൊരോട്ടമായിരുന്നു. പന്തളത്ത് തമ്പുരാനും ഏറെ സന്തോഷമായി. കാട് വെട്ടിത്തെളിക്കുന്നതിനും ക്ഷേത്ര നിർമ്മിതിക്ക് തുടക്കം കുറിക്കുവാനും ഭാഗ്യം ലഭിച്ചത് ആലങ്ങാട്ടുകാർക്കാണ്. ആലങ്ങാടിനും അമ്പലപ്പുഴയ്ക്കും പ്രത്യേക പ്രാതിനിധ്യം പേട്ടയിൽ ലഭിക്കുവാൻ കാരണം ഇതാണ്. മനസ്സിലായല്ലോ. അമ്പലപ്പുഴക്കാരാണ് മണികണ്ഠൻ അയച്ച അമ്പ് എവിടാണ് തറച്ചു നിൽക്കുന്നത് എന്ന് കണ്ടെത്തിയെങ്കിൽ ആ അമ്പ് നിൽക്കുന്ന സ്ഥലത്ത് പണിയേണ്ടുന്നതായ ക്ഷേത്രത്തിനു വേണ്ടിയുള്ള സ്ഥലം ഒരുക്കുന്നതിനുള്ള ആ ഒരു ചടങ്ങിന് നേതൃത്വം നൽകാനും ചെയ്യാൻ സാധിച്ചതും ആലങ്ങാട്ടുകാർക്കാണ്. അതാണ് ഈ രണ്ട് സംഘത്തിൻ്റെയും ആദ്യത്തെ പ്രത്യേകത. ആചാരാനുഷ്ഠാനങ്ങൾ അണുവിട തെറ്റാതെയാണ് ഇരു സംഘങ്ങളും ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. വൃശ്ചികം 1 തന്നെ ഇരുകൂട്ടരും അവരവരുടെ വീടുകളിൽ മുദ്ര ധരിച്ച് അവരവരുടെ വീടുകളിൽ വ്രതശുദ്ധിയോടുകൂടി എത്തിച്ചേരും. അവർ 26-ാം തീയതിയാണ് അവരവരുടെ വീടുകളിൽ കെട്ടുനിറയ്ക്കുന്നത്. അങ്ങനെ കെട്ടുനിറച്ച് അമ്പലപ്പുഴക്കാർ അമ്പലപ്പുഴ ക്ഷേത്ര സങ്കേതത്തിൽ നിർമാല്യത്തിനു മുൻപ് എത്തിച്ചേരും. ക്ഷേത്ര സങ്കേതത്തിൽ എത്തിച്ചേരുന്ന അവർ നിർമാല്യം തൊഴുത് ചുറ്റുവിളക്ക് തെളിയിച്ച് കൃഷ്ണന് വെണ്ണയും ത്രിമധുരവും കദളിപ്പഴവും സമർപ്പിച്ച് യാത്ര പുറപ്പെടുന്നു. ആലോചിക്കുക, എത്രമാത്രം ശക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വ്രതാനുഷ്ഠാനമാണ് അവർ ചെയ്യുന്നത് എന്നറിയണം. അവിടെ നിന്നും അവർ നേരെ പുറപ്പെടുന്നത് തങ്ങൾ എന്തെങ്കിലും പാപകർമ്മങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമായി ശുദ്ധീകരണ പ്രക്രിയ എന്ന നിലയിൽ മണിമല ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് അവരെത്തിച്ചേരുന്നത്. അവിടെ ആഴിപൂജ നടത്തി മണിമല ക്ഷേത്രത്തിൽ നിന്നാണ് എരുമേലിലേക്ക് എത്തിച്ചേരാൻ തയ്യാറാകുന്നത്. അങ്ങനെ എരുമേലിൽ എത്തിച്ചേരുന്ന അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളലിന് തയ്യാറാകുന്നതിൻ്റെ ആദ്യപടിയായി സമൂഹ പെരിയോന് ദക്ഷിണ നൽകണം. അപ്പോൾ ആ ദക്ഷിണയിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അതിന് പറയുന്ന പേര് പേട്ടപ്പണം നൽകൽ എന്നാണ്. ഈ പേട്ടപ്പണം നൽകൽ എന്ന് പറയുന്നതും ദക്ഷിണയും ഒന്ന് തന്നെ. തുടർന്ന് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ശ്രീകൃഷ്ണ പരുന്തിനെ സാക്ഷി നിർത്തി പേട്ട ആരംഭിക്കും. എരുമേലി കൊച്ചമ്പലത്തിൽ നിന്നും ആരംഭിക്കുന്ന പേട്ട നേരെ എതിർവശത്തുള്ള വാവർപള്ളിയിൽ, അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, വാവർപള്ളി എന്നത് വെറും സങ്കല്പം മാത്രമാണ്. കാരണം ഇത് വാവർപള്ളി അല്ലെന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത പള്ളി പ്രതിനിധി തന്നെ തുറന്ന് സമ്മതിക്കുകയും നിലവിലെ പള്ളി നയനാർ പള്ളി ആണെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മാത്രമല്ല അവിടെ ബോർഡ് വച്ചിരിക്കുന്നതും നയനാർ പള്ളി എന്ന് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ തുറന്ന അഭിപ്രായം, യാതൊരു കാരണവശാലും ആ പള്ളിയിൽ പോയി ആരാധന നടത്തേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല എന്നുള്ളത് തന്നെയാണ്. സ്വീകരണം ഏറ്റുവാങ്ങാനായിട്ട് അവിടെ നൽകാൻ തയ്യാറായിക്കൊണ്ട് അമ്പലപ്പുഴക്കാർക്ക് പേട്ടതുള്ളി വരുന്ന അമ്പലപ്പുഴയ്ക്ക് സ്വീകരണം നൽകാൻ തയ്യാറായിക്കൊണ്ട് മഹല്ല് പ്രതിനിധി ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ആ പ്രതിനിധിയോടൊപ്പമാണ് പേട്ട തുള്ളുന്നത്. വലിയ അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ച് മഹല്ല് പ്രതിനിധിക്ക് സ്വീകരണം നൽകും. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കപ്പെടുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടുന്നത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് മതേതരത്വം, സോഷ്യലിസം എന്ന് 2 പദങ്ങൾ അടിയന്തരാവസ്ഥയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ ഭരണഘടനയിൽ കുത്തിച്ചെലുത്തിയതിൻ്റെ പോലെ തന്നെയാണ് ഇവിടെ മതസൗഹാർദ്ദത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ടാണ് എരുമേലിക്കാരെ കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ് പേട്ട അമ്പലത്തിൽ നിന്ന്, കൊച്ചമ്പലത്തിൽ നിന്ന് പേട്ട കെട്ടി ഇറങ്ങുന്ന അമ്പലപ്പുഴ സംഘം ഇവിടെ പള്ളിയിൽ എത്തിച്ചേരുന്നത് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അമ്പലപ്പുഴ പേട്ടയ്ക്ക് പരുന്തിൻ്റെ സാന്നിധ്യം പോലെ, അതായത് അമ്പലപ്പുഴ കൃഷ്ണസ്വാമിയാണത്. ആലങ്ങാട് പേട്ടയ്ക്ക് 2 മണിയോടെ തുടക്കം കുറിക്കുമ്പോൾ പടിഞ്ഞാറ് നീലാകാശ നക്ഷത്രം ശ്രീപരമേശ്വരൻ്റെ സാന്നിധ്യമായിട്ടാണ് തെളിയുന്നത് എന്ന് വിശ്വസിക്കുന്നു. വാവർ അമ്പലപ്പുഴ പേട്ടയോടൊപ്പം പോയി എന്ന വിശ്വാസത്താൽ ആലങ്ങാട്ടുകാർ
പള്ളിയിൽ പ്രവേശിക്കുന്നില്ല. അമ്പലപ്പുഴയും ആലങ്ങാടും പേട്ട സംഘത്തിൻ്റെ പഴക്കം വ്യക്തമല്ല. മുൻകാലത്ത് അമ്പലപ്പുഴ സംഘം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആയിരുന്നു പേട്ട കെട്ടിയിരുന്നത്. 7 കരക്കാരാണ് ഇതിൽ പങ്കെടുത്തിരുന്നത്. ആ 7 കരകൾ ആമയിട, കരുമാടി, പുറക്കാട്, കരൂർ, കോന, കാക്കാഴം, അമ്പലപ്പുഴ എന്നിവയാണ്. അതാത് സ്ഥലങ്ങളിലെ ഗുരുസ്വാമിമാർക്കായിരുന്നു നേതൃത്വം ഉണ്ടായിരുന്നത്. ഈ ഗുരുസ്വാമിമാർ ഓരോരുത്തരും, അതായത് 7 ഗുരുസ്വാമിമാരുടെ പേരിലായിരുന്നു ഇവർ വന്നിരുന്നത്. 1984 മേൽ കാണിച്ച 7 കരക്കാരും ഒരുമിച്ച് ചേർന്ന് സമൂഹ പെരിയോൻ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് അമ്പലപ്പുഴ പെരിയോനെ അംഗീകരിക്കുകയും ആ നേതൃത്വത്തിൽ ഒരുമിച്ച് പേട്ട ആരംഭിക്കുകയും ചെയ്തു. അതായത് 1984. അത് കഴിഞ്ഞിപ്പോൾ ഏതാണ്ട് 40 വർഷം കഴിഞ്ഞിരിക്കുന്നു. ധനു 22-ന് ഒരുമിച്ച് കാൽനടയായി മല ചവിട്ടുന്നതിന് യാത്ര ആരംഭിക്കും. ധനു 25-ന് മണിമലക്കാവിലെത്തും. ഇത് മുൻ ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അവിടെ ആഴിപൂജ നടത്തി ധനു 26-ന് എരുമേലിലെത്തി വിരിവയ്ക്കും. ധനു 27-നാണ് സുപ്രസിദ്ധമായ എരുമേലിപ്പേട്ട. ഇപ്പോഴും ഇത് തന്നെ തുടരുന്നു. അമ്പലപ്പുഴയിൽ നിന്നും കൃത്യമായി പുറപ്പെടുന്ന ആ സംഘം നേരെ വന്നെത്തുന്നത് ദേവീക്ഷേത്രത്തിലാണ്. ആ ദേവീക്ഷേത്രത്തിലെത്തി അവിടെ പൂജ നടത്തിയതിന് ശേഷം, അതായത് ആഴിപൂജ നടത്തിയതിന് ശേഷമാണ് തിരിച്ച് എരുമേലിലേക്ക് എത്തുന്നത്. മോഹിനി വേഷം പൂണ്ട അമ്പലപ്പുഴ ഭഗവാൻ മാതാവും ആലങ്ങാട്ട് പെരുമാൾ പിതാവുമാണെന്നുള്ള സങ്കല്പം തുടരുന്നു. ശബരിമലയിൽ വിധി വയ്ക്കുന്നതിനുള്ള പ്രത്യേക അവകാശം അമ്പലപ്പുഴക്കാർക്ക് ഉണ്ട്. വിളക്ക് വെച്ച് ആരാധന നടത്തുന്നതിനുള്ള അവകാശത്തോടൊപ്പം 3 ചെമ്പ് ചോറും ഇവർക്ക് നൽകിയിരുന്നു. മകരം 1-ന് നടക്കുന്ന ശ്രീബലി മാളികപ്പുറത്ത് നിന്നും ആരംഭിച്ച് 18-ാം പടിക്ക് മുകളിൽ 18-ാം പടിയുടെ ചുവട്ടിലെത്തുമ്പോൾ പടികയറ്റം നിർത്തിവെച്ച് പടി കഴുകി വൃത്തിയാക്കി കർപ്പൂരാധന നടത്തുന്നതിനുള്ള അവകാശവും അമ്പലപ്പുഴക്കാർക്കുണ്ട്. അമ്പലപ്പുഴ സംഘത്തിൻ്റെ ചടങ്ങുകൾ പ്രത്യേകമായിട്ട് നമ്മൾ നോക്കണം. 7 കരകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 100-ലേറെ അംഗങ്ങൾ സമൂഹ പെരിയോന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തേക്ക് യാത്ര ആരംഭിക്കുന്നു. വൃശ്ചികം 1-ന് തന്നെ മാലയിട്ട് വ്രതം ആരംഭിക്കും. എല്ലാ ദിവസവും അമ്പലപ്പുഴ ക്ഷേത്ര ദർശനം നടത്തും. ധനു 23-ന് തന്നെ നിർമാല്യത്തിന് മുമ്പ് എല്ലാവരും അവരവരുടെ വീടുകളിൽ കെട്ടുമുറുക്കി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഒത്തുകൂടും. നിർമാല്യം തൊഴുത് ചുറ്റുവിളക്ക് തെളിയിക്കും. കൃഷ്ണന് വെണ്ണ, ത്രിമധുരം, കദളിപ്പഴം എന്നിവ സമർപ്പിച്ച് യാത്രയ്ക്ക് അനുമതി തേടി തുടക്കം കുറിക്കും. ധനു 25-ന് മണിമലക്കാവിൽ ആഴിപൂജ നടത്തും. ധനു 27-ന് എരുമേലിൽ, 26-ന് വൈകുന്നേരം എരുമേലിലെത്തുകയും 27-ന് എരുമേലിൽ പേട്ടതുള്ളൽ, അത് ചരിത്ര സംഭവമാണ്, ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഒരുപക്ഷെ തൃശ്ശൂർ പൂരം പോലെ അത്രമാത്രം ജനശ്രദ്ധ ഏറിയിട്ടുള്ളതാണ് ധനു 27-ന് എരുമേലിയിലെ പേട്ടതുള്ളൽ. എല്ലാ സംഘാംഗങ്ങളും സമൂഹ പെരിയോന് ദക്ഷിണ നൽകി പേട്ട സമർപ്പണം സമർപ്പിക്കും. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കൃഷ്ണപരുന്തിനെ കണ്ടേ പേട്ടതുള്ളൽ ആരംഭിക്കുകയുള്ളൂ. പരമ്പരാഗത പാതയിലൂടെയാണ് യാത്ര. ക്യൂ നിൽക്കാതെ 18-ാം പടി കയറാനുള്ള അനുവാദം അമ്പലപ്പുഴ പേട്ട സംഘത്തിനുണ്ട്. മകരം 1-ന് വൈകിട്ട് മാളികപ്പുറത്ത് നിന്നും ശ്രീബലി എഴുന്നള്ളത്തുണ്ട്. 18-ാം പടിക്കൽ എഴുന്നള്ളത്തെത്തുമ്പോൾ പടികയറ്റം നിർത്തിവെക്കും. അമ്പലപ്പുഴ സംഘം 18-ാം പടി കഴുകി കർപ്പൂരാധന നടത്തും. ഇത്രയുമാണ് അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട പരിപാടികൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘത്തിൻ്റെ വിശദമായിട്ടുള്ള, അല്ലെങ്കിൽ എന്തെല്ലാം നടപടികളിലാണ് ഈ അമ്പലപ്പുഴ പേട്ട സംഘം എത്തിച്ചേരുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അടുത്ത ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ, 26-ാമത് എപ്പിസോഡിൽ ആലങ്ങാട് സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ
വിശദമായിട്ടുള്ള ചരിത്രവും അതിൻ്റെ ഓരോ വർഷത്തെയും പ്രവർത്തനങ്ങളും അവരുടെ രീതികളും മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ പൂർത്തിയാക്കിയത് അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ ഓരോ വർഷത്തെയും പ്രവർത്തനവും അതിനോടനുബന്ധമായി മഹിഷിയെ വധിക്കാൻ ഉപയോഗിച്ച വാളു സൂക്ഷിച്ചിരിക്കുന്ന പുത്തൻ വീടിനെ കുറിച്ചുമുള്ള വിശദവിവരങ്ങളാണ്. പ്രിയങ്കരായ ശ്രോതാക്കൾക്ക് ഈ വസ്തുതകൾ വിശദമായി മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിലൊരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.